അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഏറ്റവും സ്നേഹബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ പരിശുദ്ധമായ റമളാനിൻ്റെ അതിശ്രേഷ്ഠമായ രാവുകളിൽ പ്രധാനപ്പെട്ട 27-ാം രാവിത കടന്നു വന്നിരിക്കുകയാണ്. ഈ സമയത്ത് നമുക്കറിയാമല്ലോ, പള്ളികളിലെല്ലാം, അത് ജുമാ പള്ളിയാവട്ടെ, ചെറിയ നിസ്കാരപ്പള്ളികളാവട്ടെ, അതുപോലെ തന്നെ ഉമ്മമാരവരുടെ വീടുകളിലും ഒക്കെയായി ഇന്നത്തെ ദിവസം ഹയാത്താക്കുന്ന, അതായത് ഇന്ന് രാത്രി മുഴുവനും ഇബാദത്തുകൾ കൊണ്ട് സജീവമാക്കാൻ പരമാവധി ശ്രമിക്കുന്ന ഒരു രാവ് കൂടിയാണ്. ഈ ഒരു സമയത്ത് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് ഇൻഷാ അള്ളാഹ് കുറച്ച് ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലി നമുക്ക് ദുആ ചെയ്യാം. പരിശുദ്ധമായ 27-ാം രാവാണ്. ലൈലത്തുൽ ഖദറിന് വളരെയധികം സാധ്യതയുള്ള രാവാണ്. അല്ലാഹു തആല നമ്മുടെ ഇബാദത്തുകളെ സ്വീകരിക്കുമാറാവട്ടെ. ഇൻഷാ അള്ളാഹ് പറയുന്ന ദിക്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഏറ്റുചൊല്ലാൻ പറ്റിയ ദിക്റുകളാണ്. അതുപോലെ ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കെല്ലാം നിങ്ങളുടെ ജോലി തിരക്കിൻ്റെ ഇടയിലും ഈ സ്വലാത്തുകൾ, ഈ ദിക്റുകൾ പറയാവുന്നതാണ്. അല്ലാഹു തആല നമ്മുടെ ദിക്റുകൾ, സ്വലാത്തുകൾ കബൂലാക്കുമാറാവട്ടെ. ആമീൻ. ഇൻഷാ അള്ളാഹ് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം എല്ലാവർക്കും ഒന്നിച്ച് തൗബ നമുക്ക് പറഞ്ഞ് ദുആരക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞല്ലോ, ആയിഷ, റമളാൻ 1 മുതൽ 30 വരെ നീ എപ്പോഴും പറയേണ്ട ഒരു വാക്കുണ്ട്, ഒരു ദിക്റുണ്ട്. ഇൻഷാ അല്ലാഹ് ആ ദിക്ർ നമുക്ക് ഒന്നിച്ച് പറയാം. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്അലുകൽ ജന്നത വ അഊദു ബിക മിനൻ നാർ. അതുപോലെ പരിശുദ്ധമായ റമളാനിന്റെ ആദ്യത്തെ 10 നമ്മൾ പറഞ്ഞ റഹ്മത്തിനെ ചോദിക്കൽ. ഇനി റമളാൻ വിട പറയാൻ ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. റഹ്മത്തിന് നമ്മൾ ഇപ്പോഴും ചോദിക്കണം, എപ്പോഴും ചോദിക്കണം, റമളാൻ അല്ലാത്തപ്പോഴും ചോദിക്കണം. ആ റഹ്മത്തിന് നമുക്ക് ഒന്നിച്ച് ചോദിക്കാം. അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റഹീമീൻ. 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 അല്ലാഹുമ്മ
اللهم ارحمني يا أرحم الراحمين 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 പരിശുദ്ധമായ റമദാൻ കടന്നു വരുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുക എന്നുള്ളതാണ്, മഗ്ഫിറത്തിനെ തേടുക എന്നുള്ളതാണ്. ആ മഗ്ഫിറത്തിനെ തേടിക്കൊണ്ടുള്ള ദുആയാണ് റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ നമ്മൾ പറയുന്നത്. ഈ ദിക്ർ റമദാനിന്റെ രണ്ടാമത്തെ പത്തിൽ മാത്രമല്ല, റമദാൻ മുഴുവനും നമുക്ക് പറയാം. റമദാൻ അല്ലാത്തപ്പോഴും പറയാം. പാപങ്ങൾ എപ്പോഴാണെങ്കിലും പൊറുപ്പിക്കണമല്ലോ. ഇൻഷാ അല്ലാഹ് ചൊല്ലി. അല്ലാഹുമ്മ ഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ اغفر لي ذنوبي يا رب العالمين اللهم 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 اغفر لي ذنوبي يا رب العالمين പരിപാവനമായ ലൈലത്തുൽ ഖദറിന്റെ രാവിനെ പ്രതീക്ഷിക്കുന്ന ഈ 27-ാം രാവിൽ ഏറ്റവും കൂടുതൽ നമ്മൾ അധികരിപ്പിക്കേണ്ട പ്രധാനപ്പെട്ട 2 ദിക്റുകളിൽ ഒന്നാണ് സ്വർഗ്ഗത്തെ ചോദിക്കണം, നരകത്തിൽ നിന്നുള്ള മോചനം. അതെങ്ങനെയാണ് ചോദിക്കേണ്ടത്? നമ്മൾ റമദാനിന്റെ അവസാനത്തെ പത്തിൽ സാധാരണയായി പറയാറുള്ള ദിക്റാണ് അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ വഅദ്ഖിൽനിൽ ജന്നത യാ റബ്ബൽ ആലമീൻ അല്ലാഹുമ്മ അഅ്തിഖ്നി മിനന്നാർ وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من
من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين اللهم أعتقني من النار وأدخلني الجنة يا رب العالمين അതുപോലെ മറ്റൊരു ദിക്റാണ് അല്ലാഹുവിൽ നിന്നുള്ള മാപ്പിനെ ചോദിക്കണം, അഫുവിനെ ചോദിക്കണം. എങ്ങനെയാണ് മാപ്പിനെ, വിടുതിയെ, വിട്ടുവീഴ്ചയെ ചോദിക്കുന്നത്? അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി اللهم إنك عفو تحب العفو فاعف عني 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 ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: ഒരു മനുഷ്യൻ സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും നരകമോചനത്തെ തേടണം. കാരണം ഒരു മനുഷ്യൻ ഒരു ദിവസം 3 പ്രാവശ്യം നരകമോചനം തേടിയാൽ നരകം തന്നെ പറയും, അല്ലാഹുവേ, അവനെ എന്നിൽ നിന്നും കാക്കണേ, എൻ്റെ ഉള്ളിലേക്ക് അവനെ നീ പ്രവേശിപ്പിക്കരുത് എന്ന് നരകം നമുക്ക് വേണ്ടി ദ്വാരക്കുമെന്നാണ്. അപ്പൊ ഏതാണ് ആ നരകത്തെ തൊട്ടുള്ള കാവൽ കിട്ടുന്ന ദുആ? നമുക്കെല്ലാവർക്കും ഒന്നിച്ചു പറയാം: അല്ലാഹുമ്മ അജിർനി മിനന്നാർ, 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 اللهم أجرني من النار، اللهم أجرني من النار، اللهم
أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار اللهم أجرني من النار നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്: കടലിന്റെ നുരയോളം ഒരു മനുഷ്യൻ പാപം ചെയ്താലും അതൊക്കെ പൊറുപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ വലിയ പവറുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അതുപോലെ നമ്മൾ നമസ്കാരത്തിന് ശേഷം തസ്ബീഹുകൾ പറയാറുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. വളരെ ശ്രേഷ്ഠമുള്ള ദിക്റുകളാണ്. ഈ ദിക്റുകളെല്ലാം ചേർത്ത് നമുക്ക് പറയാൻ പറ്റിയ ഒരു ദിക്റാണ് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ. 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 സുബ്ഹാനല്ലാഹി
സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 ദാരിദ്ര്യരോഗം ഏവനും ഭയക്കുന്നതാ ലാ ഹൗല ലേഹ്യം മുഴുവനും മദീനുള്ളതാ 99 രോഗങ്ങൾക്കിതു നല്ലതാ ക്ലേശം അതിൽ നിന്നേറ്റവും ലഘുവായതാ. മഹാനായ തഴവ ഉസ്താദ് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയമാണ് മഹാനവറുകൾ ഒരു ബൈത്തിന്റെ രൂപത്തിൽ പറഞ്ഞത്. അതായത് 99 രോഗങ്ങൾക്ക് ശിഫാ കിട്ടുന്ന ഒരു ദിക്റുണ്ട്. ആ 99 രോഗങ്ങളിൽ പ്രയാസങ്ങളിൽ ഏറ്റവും ചെറിയ പ്രയാസം അത് മനസ്സിന്റെ ടെൻഷനാണ്. ടെൻഷൻ മാറ്റുന്ന അതുപോലത്തെ 99 രോഗങ്ങൾക്കുള്ള ശിഫയാകുന്ന ചെറിയ ഒരു ദിക്ർ. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. 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 ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം.
അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസിന്റെ ആശയം ഇങ്ങനെയാണ്, അതായത് രണ്ട് വാക്കുകൾ അത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള വാക്കാണ്, മീസാൻ എന്ന തുലാസിൽ ഏറ്റവും ഭാരം തൂങ്ങുന്ന വാക്കാണ്, പറയാൻ എളുപ്പമുള്ള വാക്കാണ്. നമ്മൾ മഗ്രിബ് നമസ്കാരത്തോടനുബന്ധിച്ചൊക്കെ പള്ളികളിലും അതുപോലെ മുഅ്മിനീങ്ങളൊക്കെ ചൊല്ലുന്ന ഒരു ദിക്റാണത്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അതുപോലെ മഹാന്മാരായ ഉലമാക്കൾ നമുക്ക് പഠിപ്പിച്ചു നൽകിയ ഒരു 4 വരി ബൈത്തുണ്ട്. ആ ബൈത്തിന്റെ ശ്രേഷ്ഠത എന്ന് പറഞ്ഞാൽ ഒരു തൗബയുടെ ബൈത്താണ്. അതൊരു തൗബയാണ്. ഒരു മനുഷ്യൻ അത് പറഞ്ഞാൽ അവന്റെ തൗബയായി മാറും. നല്ല രൂപത്തിൽ പറഞ്ഞാൽ പാപങ്ങൾ പൊറുക്കാനും നരകമോചനവും സ്വർഗപ്രവേശനവും ചോദിക്കുന്ന ആ 4 വരി ബൈത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു പറയാം. ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി ഫഇന്നക ഗാഫിറുദ് ദംബിൽ അലീമി ഇലാഹി ലസ്തു ലിൽ ഫിർദൗസി അഹ്ലാ വലാ അഖ്വാ അലാ നാരിൽ ജഹീമി ഫഹബ്ലി തൗബതൻ വഗ്ഫിർ ദുനൂബി فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي فإنك غافر الذنب العظيم إلهي لست للفردوس أهلا ولا أقوى على نار الجحيم فهب لي توبة واغفر ذنوبي
فإنك غافر الذنب العظيم. റമളാൻ 1 മുതൽ 30 വരെ മാത്രമല്ല, എല്ലാ സമയത്തും നമ്മൾ പറയേണ്ട ഇസ്തിഗ്ഫാർ എപ്പോഴും കൂടെ ഉണ്ടാവണം. ഇസ്തിഗ്ഫാർ പറയുന്ന അധികരിപ്പിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവന്റെ പാപങ്ങൾ പൊറുക്കും, പ്ലസ് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. അവന്റെ മനസ്സിലെ പ്രയാസങ്ങൾ മാറ്റും, രോഗങ്ങൾക്ക് ശിഫായാണ്. അതുപോലെ പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, കടങ്ങൾ മാറാൻ, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള മുറാദുകൾ ഹാസിലാവാൻ ഒക്കെയുള്ള വലിയ ശ്രേഷ്ഠമായ ഒരു തസ്ബീഹാണ്, ഒരു ദിക്റാണ് ഇസ്തിഗ്ഫാർ. പരിശുദ്ധമായ ഈ 27-ാം രാവ് ലൈലത്തുൽ ഖദറിനെ നമ്മൾ പ്രതീക്ഷിക്കുകയാണല്ലോ. ആ സമയത്ത് നമ്മൾ ഈ ഇസ്തിഗ്ഫാർ കൂടുതൽ പറയേണ്ടതുണ്ട്. കാരണം പാപങ്ങളൊക്കെ പൊറുപ്പിക്കാൻ ഒരു അടിമ, ഒരു മുഅ്മിൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന സമയം കൂടിയാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ഇസ്തിഗ്ഫാർ ഒന്നിച്ചു ചൊല്ലാം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, 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 അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ പാപങ്ങൾ പൊറുക്കാൻ, മഹാനവറുകൾക്ക് പറ്റിയ ഒരു പിഴവ്, ആ ചെറിയൊരു പിഴവ് പൊറുക്കാൻ അള്ളാഹുവിനോട് ഒരുപാട് കണ്ടു പറഞ്ഞ ദുആയാണ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين.
ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين മഹാനായ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ദുആ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്. മഹാന്മാരായ ഉലമാക്കൾ പറയുന്നു, ഇത് അധികരിപ്പിച്ചാൽ നമ്മുടെ ദോഷങ്ങൾ അല്ലാഹു പൊറുക്കുകയും നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശ ലക്ഷ്യങ്ങൾ അല്ലാഹു സഫലീകരിച്ച് നൽകുകയും ചെയ്യും. നല്ല നിയ്യത്തിൽ പറഞ്ഞോളി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين لا إله إلا أنت سبحانك إني كنت من الظالمين ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഏറ്റവും കൂടുതൽ പറയാൻ സ്വഹാബിമാരോട് നിർദ്ദേശിച്ച, നബി തങ്ങൾ ഏറ്റവും കൂടുതൽ പറഞ്ഞിരുന്ന ദുആയാണ്. നമ്മുടെ ദുനിയാവും ആഖിറവും എല്ലാ വിജയങ്ങളും ചോദിക്കുന്ന ഒരു ദുആയാണ്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة
الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ഇൻഷാ അല്ലാഹ് നമുക്ക് കുറച്ച് സ്വലാത്തുകളിലേക്ക് കടക്കാം. ഒരുപാട് സ്വലാത്ത് നമുക്കറിയാം. എല്ലാ സ്വലാത്തും നമുക്ക് ചൊല്ലാൻ പറ്റിയതാണ്, പ്രത്യേകിച്ച് റമളാൻ മാസത്തിലും അതല്ലാത്ത സമയത്തും ഒക്കെ ചൊല്ലാൻ പറ്റിയതാണ്. ഈ 27-ാം രാവിലെ നമ്മൾ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും കൂടി വളരെ ശ്രേഷ്ഠമുള്ള ഒരു സ്വലാത്ത് നമുക്ക് എല്ലാവർക്കും ചൊല്ലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ മോളാകുന്ന ഫാത്തിമ ബീവിക്ക് പറഞ്ഞു കൊടുത്ത സ്വലാത്തുൽ ഫാത്തിമിയെ ഇൻഷാ അല്ലാഹ് ആദ്യം നമുക്ക് പറയാം. അല്ലാഹുമ്മ സ്വല്ലി അലൻ നൂരി വ അഹ്ലി اللهم صل على النور وأهله 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 നമ്മൾ പറയുന്നത് അദദ് സ്വലാത്താണ്. ഒരു പ്രാവശ്യം പറഞ്ഞാൽ ലക്ഷക്കണക്കിന് സ്വലാത്ത് പറഞ്ഞ പ്രതിഫലം കിട്ടുന്ന അദദ് സ്വലാത്ത്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ അദദ മാ ഫീ ഇൽമില്ലാഹി സ്വലാത്തൻ ദായിമതൻ ബിദവാമി മുൽക്കില്ലാഹ് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على
سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله اللهم صل على سيدنا محمد عدد ما في علم الله صلاة دائمة بدوام ملك الله സാധാരണ നമ്മൾ ചൊല്ലുന്ന സ്വലാത്താണല്ലോ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 اللهم صل على محمد يا ربي صل عليه وسلم മഹത്തുക്കളായ ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ള വലിയ സ്വലാത്തായി പരിചയപ്പെടുത്തിയ അത്ഭുതപ്പെടുത്തുന്ന ഒരു സ്വലാത്താണ് അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ് الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا صفي الله
അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സഫിയല്ലാഹ്. ഇൻഷാ അല്ലാഹ് നമ്മൾ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കഴിഞ്ഞു. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇനി നമ്മൾ തൗബയിലേക്ക് പ്രവേശിക്കുകയാണ്. തൗബ എപ്പോഴും ഒരു മനുഷ്യൻ ഉണ്ടാവണം. അവൻ്റെ മനസ്സിലും അവൻ്റെ പ്രവർത്തനത്തിലും എല്ലാത്തിലും തൗബ എപ്പോഴും ഉണ്ടാവണം. പ്രത്യേകിച്ച് റമളാനിലെ ഓരോ രാത്രിയിലും ഓരോ പകലിലും നമ്മൾ തൗബ ചെയ്യേണ്ടതാണ്. നമ്മളിപ്പോൾ എല്ലാ ദിവസവും നമുക്ക് തൗബ ചെയ്യാൻ പറ്റിയില്ല എങ്കിലും നമ്മൾ ഇൻഷാ അല്ലാഹ് 27-ാം രാവിനെ എല്ലാ പള്ളികളിലും അതുപോലെ വീടുകളിൽ ഉമ്മമാരും തൗബ പറയാനും അതനുസരിച്ച് പിന്നീട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ ഈ മജ്ലിസിൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇനി പോകുന്നത് തൗബയുടെ മജ്ലിസിലേക്കാണ്. തൗബ നമുക്ക് പൂർണ്ണമായും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് അവസാനം ദ്വാരക്കാം. തൗബ ചെയ്യുന്നതിന് മുമ്പ് 3 ഷർത്തുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടുവരണം. ഒന്നാമതായി, റബ്ബേ ഞാൻ ചെയ്തു പോയല്ലോ എന്നൊരു ഖേദം നമ്മുടെ മനസ്സിലുണ്ടാവണം. രണ്ടാമതായി, ഞാൻ ഇനി പാപത്തിലേക്കൊന്നും പോവില്ല എന്ന ഒരു നീയത്ത്, പാപത്തിലേക്ക് ഞാൻ ഇനി മടങ്ങില്ല എന്നുള്ള വലിയ നീയത്തുണ്ടാവണം. അതോടൊപ്പം തന്നെ ഏതെങ്കിലും പാപങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക, ഇവിടെ വെച്ച് നിർത്തുക. എന്നിട്ട് വേണം അള്ളാഹുവിലേക്ക് തൗബ ചെയ്യാൻ. തൗബ ചെയ്യുമ്പോൾ എങ്ങനെ? നല്ലതുപോലെ വുളൂഎടുക്കുക, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക, അത് കഴിഞ്ഞ് ഇതുപോലുള്ള ദിക്റുകൾ പറയുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, അത് ഒരുപാട് വട്ടം പറയുക. എന്നിട്ട് 2 കൈകളും ചേർത്ത് വെക്കുക. 2 കൈകളും ഇങ്ങനെയല്ല ഇങ്ങനെ മടിയിലല്ല, ചേർത്ത് വെക്കുക. ചേർത്ത് വെച്ചതിന് ശേഷം കൈവെള്ളയിലേക്ക് നോക്കുക, ആകാശത്തിലേക്കല്ല കൈവെള്ളയിലേക്ക് നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് കരയുക എന്നാണ്. കരയുക, പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ എന്ന് പറഞ്ഞ് കരയുക. കരച്ചിൽ വരുന്നില്ല എങ്കിൽ കരയുന്നത് പോലെ അഭിനയിക്കുക എന്ന് മുത്തുനബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ കരഞ്ഞിട്ട് ദുആ ചെയ്യുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. പിന്നെ നമ്മൾ തൗബ അങ്ങോട്ട് തുടങ്ങുകയാണ്. എന്നിട്ട് മനസ്സിൽ 3 നിയ്യത്തുണ്ടാവണം. ഇനി ഞാൻ പാപത്തിലേക്ക് പോവില്ല. ഞാൻ ചെയ്തു പോയ പാപങ്ങൾ ഏറെയാണല്ലോ, ആ ചെയ്തു പോയ പാപത്തിൻ്റെ പേരിൽ ഒരു ദുഃഖമുണ്ടാവുക. ഏതെങ്കിലും പാപങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിർത്തിവെക്കുക. ഈ 3 ഷർത്തോടുകൂടി നമ്മൾ തൗബ ചെയ്താൽ ആ തൗബ കൊണ്ട് അള്ളാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കും. അതോടൊപ്പം തന്നെ ലൈലത്തുൽ ഖദറിന്റെ പ്രതിഫലം നൽകും. തീർച്ചയാണ്. ഇതെൻ്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കി വെക്കുക. പാപങ്ങൾ അള്ളാഹു പൊറുത്തു തരും എന്ന നല്ലൊരു നിയത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. ബഹുമാനം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നത് തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപമാണ്. തൗബയുടെ പൂർണ്ണമായിട്ടുള്ള രൂപം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അത് നോക്കി എല്ലാവരും നല്ല ആത്മാർത്ഥതയോടുകൂടി, നല്ല മനസ്സോടുകൂടി, നല്ല ഇഖ്ലാസോടെ, തഖ്വയോടെ ഇത് ഏറ്റുപറയുക. ഇൻഷാ അല്ലാഹ് ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ ഈമാൻ കൊണ്ട് നിറയണം. നമ്മുടെ പാപങ്ങൾ അള്ളാഹു പൊറുക്കണം. ആ ഒരു നല്ല നിയ്യത്തിൽ ഇൻഷാ അല്ലാഹ് എല്ലാവരും പറയുക. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അത് 3 പ്രാവശ്യം. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അൽ ഖദീം അൽ കരീം അർ റഹീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം മിൻ കുല്ലി ദംബിൻ അദ്നബ്തുഹു അംദൻ ഔ ഖത്അൻ ഔ സിർറൻ ഔ അലാനിയതൻ ഔ സഗീറൻ ഔ കബീറൻ വഅതൂബു ഇലൈഹി മിനദ്ദംബി അല്ലദീ അഅലമു വമിനദ്ദംബി അല്ലദീ ലാ അഅലമു ഇന്നക അൻത അല്ലാമുൽ ഗുയൂബ്. അസ്തഗ്ഫിറുല്ലാഹ അൻ ജമീഇ മാ കരിഹല്ലാഹു ഖൗലൻ വഫിഅലൻ വഅമലൻ വഖാതിറൻ വനാളിറാ. യാ അയ്യുഹല്ലദീന ആമനൂ തൂബൂ ഇലല്ലാഹി തൗബതൻ നസൂഹാ. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ നിന്നോട് അറിഞ്ഞും അറിയാതെയും മറവിയായും വെളിച്ചമായും ചെയ്ത എല്ലാ ചെറുദോഷത്തെ തൊട്ടും എല്ലാ വൻദോഷത്തെ തൊട്ടും ഞങ്ങൾ നിൻ്റെ പരിശുദ്ധമായ ഫുർഖാനുൽ അലീമാകുന്ന വേദത്തിൽ കൽപ്പിച്ച പ്രകാരം ഖാലിസായ തൗബ ചെയ്ത് മടങ്ങുകയും മേലാൽ യാതൊരു ദോഷം കൊള്ളയും
മടങ്ങുകയില്ലെന്ന് ഞങ്ങൾ നല്ലവണ്ണം കരുതിയുറപ്പിച്ചു തമ്പുരാനേ. ഖാലാ റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമും ഹവ്വാ ബീവിയും രണ്ടുപേരും പറഞ്ഞ തൗബയുടെ വാക്കുകളാണിത്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങൾ അനേകം കുറ്റങ്ങളും ദുർമര്യാദകളും ചെയ്ത പാപികളാകുന്നു. ഞങ്ങളുടെ ദോഷത്തിൻ്റെ പെരുപ്പം കൊണ്ടും വണ്ണം കൊണ്ടും ഞങ്ങൾക്ക് നീ പുറത്ത് കൃപ ചെയ്ത് തന്നില്ലെങ്കിൽ തീർച്ചയായും ഞങ്ങൾ നിന്റെ കഠിനമായ നരകത്തിൽ വീണ് വെന്തുരുകുന്ന ഗുണം കെട്ട അടിയാറുകളിലായി പോകും തമ്പുരാനേ. നിന്റെ കൃപ കൊണ്ടും ആദരവായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ബറക്കത്ത് കൊണ്ടും ജഹന്നമെന്ന നരകത്തിനെ തൊട്ട് ഞങ്ങളെ നീ സലാമത്താക്കണം തമ്പുരാനേ. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളുടെ തൗബയെ കബൂൽ ചെയ്തതിൽ പിന്നെ അതിനെ വിട്ട് നിന്റെ മത്സരിയായ ശൈത്വാൻ ഇബ്ലീസിൻ്റെ ചെല്ലുകൊള്ളയും ചേലുകൊള്ളയും ഞങ്ങളുടെ കൽബിനെ തട്ടിത്തിരിച്ച് കളയാതെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾക്ക് ഓശാരമായി ഏറ്റമേറ്റം തരികയും ചെയ്യണം തമ്പുരാനേ. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അലൈഹാ നഹ്യാ വഅലൈഹാ നമൂതു വഅലൈഹാ നുബ്അസു ഇൻഷാ അല്ലാഹ്. ഞങ്ങളുടെ തമ്പുരാനെ, ഞങ്ങളെ ഈമാനോടുകൂടി ജീവിപ്പിച്ച് ഈമാനോടുകൂടി മരിപ്പിച്ച് ഈമാനോടുകൂടി ഖബറിൽ അകം കടത്തി ഖബറിൽ നിന്ന് രണ്ടാമത് ഹയാത്തിട്ട് മഹ്ശറ കൊള്ളെ യാത്രയാക്കി ഞങ്ങളുടെ നന്മ തിന്മകളെ എഴുതപ്പെട്ട കിതാബുകൾ ഞങ്ങളെ വലൻ കയ്യിൽ തെരീപ്പിച്ച് നിന്റെ ഹബീബായ നബിയുടെ ശഫാഅത്തിൽ ഒരുമിച്ച് കൂട്ടി ജന്നാത്തുൽ ഫിർദൗസ് എന്ന സ്വർഗത്തിൽ അകം കടത്തി നിന്റെ നബി സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കല്യാണത്തെയും നിന്റെ ലിഖാഇനെയും ഞങ്ങളുടെ രണ്ട് കണ്ണുകൾ കൊണ്ട് കാണുവാനും അതിൽ കൂടുവാനും ഏറ്റമേറ്റം ഉദവി ചെയ്യണം തമ്പുരാനേ. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് 3 പ്രാവശ്യം പറയുക. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബിഹഖി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് തൗബക്ക് ശേഷമുള്ള ദുആയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى آل سيدنا محمد. اللهم اجعلني من التوابين واجعلني من المتطهرين واجعلني من عبادك الصالحين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. അതിനുശേഷം എൻ്റെ ഉമ്മമാർക്കും ഉപ്പമാർക്കും സഹോദരിമാർക്കും സഹോദരങ്ങൾക്കും അറിയാവുള്ള ഏതൊക്കെ ദുആ ഉണ്ടോ അതൊക്കെ പറയുക. മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ദുആ ചെയ്യുക. എന്നിട്ട് അവസാനം വസല്ലല്ലാഹു അലാ ഖൈരി ഖൽഖിഹി സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇതാണ് തൗബയുടെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള രൂപം. അള്ളാഹു നമ്മളിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. തൗബ നമ്മളിൽ നിന്നും കബൂലാക്കുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും എന്ന നല്ലൊരു നിയ്യത്തോടു കൂടി ലൈലത്തുൽ ഖദറാണെന്ന് മനസ്സിൽ കരുതിയിട്ട് ഇൻഷാ അല്ലാഹ് നമ്മൾ തൗബ ചെയ്യുക. അള്ളാഹു നമ്മുടെ തൗബയും നമ്മുടെ ദുആയും നമ്മുടെ നോമ്പും നമ്മുടെ നിസ്കാരവും നമ്മുടെ സ്വദഖയും നമ്മുടെ ഖുർആൻ പാരായണവും നമ്മുടെ തക്ബീറും തഹ്ലീലും തദ്ബീറും എല്ലാം അള്ളാഹു തആല സ്വീകരിക്കും. അത് ഉറപ്പാണ്, യാതൊരു സംശയവുമില്ല. ഇന്നത്തെ രാത്രി നമ്മൾ ലൈലത്തുൽ ഖദറാണെന്ന് കരുതിയിട്ട് നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുക. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്, പരിശുദ്ധമായ റമദാനിൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് അറിവുകൾ, ഒരുപാട് ഇൽമുകൾ ഇത് നിങ്ങൾ കേൾക്കുക,
നമ്മുടെ ജീവിതത്തിൽ അമൽ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ കൂട്ടുകാരിലേക്ക്, നമ്മുടെ കുടുംബക്കാരിലേക്ക് ഒക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം അവർ കേൾക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അവർ ഏതെങ്കിലും ഒരു അമൽ ഇത് കാരണം ചെയ്യാൻ കാരണമായാൽ ഈ പറഞ്ഞ എനിക്കും ഇത് സംഘടിപ്പിച്ചവർക്കും അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്ത നിങ്ങൾക്കും നമുക്കെല്ലാവർക്കും വലിയ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത്. അള്ളാഹു ആ ഗണത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ. ഒരുപാട് പേരാണ് 27-ാം രാവുമായി ബന്ധപ്പെട്ട് അല്ലാതെയൊക്കെ റമദാനുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. കമൻറ്റിലൂടെയും നേരിട്ടുമൊക്കെ ഒരുപാട് ദുആ വസിയ്യത്ത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആ ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. റബ്ബനാ ളലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ സ്രിഫ് അന്നാ അദാബ ജഹന്നമ ഇന്ന അദാബഹാ കാന ഗറാമാ ഇന്നഹാ സാഅത് മുസ്തഖറൻ വമുഖാമാ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. അർഹമുർ റഹീമീനായ അല്ലാഹ്, ഞങ്ങളുടെ ദുആഇനെ നീ സ്വീകരിക്കണേ റഹ്മാനെ. അല്ലാഹു, ഞങ്ങൾ ഈ പറയുന്നതും കേൾക്കുന്നതുമായ മുഴുവൻ കാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ വിട്ടുപുറത്ത് മാപ്പാക്കണേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ്, ഒരുപാട് പ്രശ്നത്തിലുള്ളവരാണ്, ഒരുപാട് സങ്കടങ്ങളുള്ളവരാണ്, ഒരുപാട് രോഗങ്ങളുള്ളവരാണ്. അല്ലാഹുവേ, ഞങ്ങളെ മുഴുവൻ ആളുകളുടെയും രോഗങ്ങളെ, പ്രയാസങ്ങളെ, ദുഃഖങ്ങളെ നീ മാറ്റണേ അല്ലാ. മാരകമായ അസുഖങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ ഭാര്യമാർ, ഞങ്ങളുടെ ഭർത്താക്കന്മാർ, ഞങ്ങളുടെ മാതാപിതാക്കളിൽ പല ആളുകളും, ഞങ്ങളുടെ മക്കൾ, ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പേര് ഖബറിലാണ്. റബ്ബേ, അവർക്ക് നീ എല്ലാവർക്കും സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും മരിക്കാനുള്ളവരാണ്, ഞങ്ങൾക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ വീഡിയോകൾക്ക് താഴെ ഒരുപാട് ഉമ്മമാർ, ഉപ്പമാർ ഒരുപാട് ദുആ വസിയ്യത്ത് നടത്തിയിട്ടുണ്ട്. ഹലാലായ മുറാദുകൾ അവരുടെയും ഞങ്ങളുടെയും നീ ഹാസിലാക്കണേ അല്ലാ. എല്ലാ പ്രയാസങ്ങളെയും പ്രശ്നങ്ങളെയും നീ മാറ്റണേ അല്ലാ. മക്കളില്ലാത്തവർ, നല്ല വീടില്ലാത്തവർ, അല്ലാഹുവേ, ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, നല്ല ജോലിയില്ലാത്തവർ, നല്ല വാഹനങ്ങളില്ലാത്തവർ, വിവാഹപ്രായമെത്തിയിട്ടും വിവാഹം ശരിയാവാത്തവർ, ഒരുപാട് ദുആ വസിയ്യത്ത് പറഞ്ഞവർ, എല്ലാവരുടെയും വിഷമങ്ങളെ നീ മാറ്റണേ അല്ലാ. ഈ പരിശുദ്ധമായ ഞങ്ങളിലേക്ക് കടന്നു വരുന്ന 27-ാം രാവിന്റെ ബറക്കത്ത് കൊണ്ട്, ഞങ്ങളുടെ ഈ ദുആഇന്റെ ബറക്കത്ത് കൊണ്ട്, ആമീൻ പറയുന്ന ഈ മുഅ്മിനീങ്ങളുടെ ബറക്കത്ത് കൊണ്ട് റഹ്മാനെ, ഞങ്ങളുടെ ദുആഇനെ നീ ഖബൂലാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രയാസങ്ങളെ, പ്രശ്നങ്ങളെ, ദുരിതങ്ങളെ, സങ്കടങ്ങളെ നീ മാറ്റണേ അല്ലാ. ഈ വരുന്ന 27-ാം രാവിനെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി അല്ലാഹുവേ, ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പൂർണ്ണമായി കരസ്ഥമാക്കുന്ന ഭാഗ്യവാന്മാരിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളുടെ സ്വഭാവങ്ങളെ, ഞങ്ങളുടെ ശരീരങ്ങളെ, ഞങ്ങളുടെ മനസ്സുകളെ നീ നന്നാക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ റമളാൻ മാസം പൂർണ്ണമായും പ്രയോജനപ്പെടുത്തുന്ന, അതുവഴി സ്വർഗത്തിൽ കടക്കുന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണേ അല്ലാ. പ്രവാസികളായ ഒരുപാട് പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ വീഡിയോ കാണുന്ന ഒരുപാട് മുഅ്മിനീങ്ങൾ ഒരുപാട് ആവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. രോഗങ്ങൾക്കെല്ലാം നീ ശിഫാ നൽകണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, ഈ പറയുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ അമൽ ചെയ്യാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഉസ്താദുമാര്, ഭാര്യ സന്താനങ്ങൾ, ഭർത്താക്കന്മാർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. അല്ലാഹുവേ, അവരൊക്കെ ഞങ്ങളുടെ ദുആ പ്രതീക്ഷിച്ചിരിക്കുകയാണ് റഹ്മാനെ. ഞങ്ങൾ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളുടെയും ഒരു പ്രതിഫലം അവർക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബറിടം നീ വിശാലമാക്കണേ അല്ലാ. അവർക്കും ഞങ്ങൾക്കും സ്വർഗത്തിൽ ഏറ്റവും വലിയ പദവിയാകുന്ന ജന്നാത്തുൽ ഫിർദൗസ് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ പള്ളികളിലും വീടുകളിലുമൊക്കെ ഒരുപാട് പേര് ഇഫ്താറുകളിൽ പങ്കെടുക്കുന്നുണ്ട്, ഒരുപാട് പേര് നോമ്പ് തുറപ്പിക്കുന്നുണ്ട്. അല്ലാഹുവേ, നോമ്പ് തുറപ്പിക്കുന്ന ആരെല്ലാം ഉണ്ടോ എല്ലാവർക്കും അതിൻ്റെ പുണ്യം നൽകണേ അല്ലാ. ഞങ്ങളുടെ നോമ്പുകളിൽ വരുന്ന പിഴവുകളെയെല്ലാം നീ പരിഹരിച്ച് ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിൻ്റെ ഒരുപാട് സ്ഥലങ്ങളിൽ മുസ്ലിം സഹോദരന്മാര് ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് റഹ്മാനെ. എല്ലാവർക്കും നീ സമാധാനം നൽകണേ അല്ലാ. ഞങ്ങളൊക്കെ വലിയ സമാധാനത്തിൽ കഴിയുമ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ ഒരുപാട് പ്രയാസത്തിലുണ്ട്, പ്രശ്നത്തിലുണ്ട്. എല്ലാവർക്കും നീ ഹിഫാലത്ത് നൽകണേ അല്ലാ. എല്ലാവർക്കും നീ സലാമത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, മാരകമായ മുഴുവൻ അസുഖങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണേ അല്ലാ. ക്യാൻസറിനെ തൊട്ട്, ബ്രെയിൻ ട്യൂമറിനെ തൊട്ട്, കൊറോണ വരുന്നതിനെ തൊട്ട് റബ്ബേ, എല്ലാ അസുഖങ്ങളെ തൊട്ടും ചെറുതും വലുതുമായ മുഴുവൻ രോഗങ്ങളെ തൊട്ടും ഞങ്ങളെയും ഞങ്ങളുടെ ബന്ധുമിത്രാദികളെയും നീ കാക്കണേ അല്ലാ. അല്ലാഹു, ഞങ്ങളുടെ മക്കളെല്ലാവരും ഒരുപാട് പരീക്ഷകൾ എഴുതുന്നവരാണ്. എല്ലാ മക്കൾക്കും നീ ഉന്നത
ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഇന്റർവ്യൂകളിൽ പങ്കെടുക്കുന്നവർ റബ്ബേ എല്ലാവർക്കും നീ ഉന്നതമായ വിജയം നൽകണേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ ഉയർച്ചയും വളർച്ചയും കണ്ട് സന്തോഷിക്കാനുള്ള തൗഫീഖ് നൽകണേ അല്ലാ. അല്ലാഹുവേ, പരിശുദ്ധമായ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് നീ ഹിദായത്ത് കൊടുക്കണേ അല്ലാ. അവർക്ക് നീ ഹിദായത്ത് ഉദ്ദേശിച്ചിട്ടില്ലെങ്കിൽ മുച്ചൂടും നശിപ്പിച്ച് കളയണേ അല്ലാ. പാവപ്പെട്ട മുസ്ലിമീങ്ങൾ ഒരുപാട് പേര് ജയിലുകളിൽ കഴിയുന്നവരുണ്ട്, തടവറയിൽ കഴിയുന്നവരുണ്ട്. എല്ലാവർക്കും നീ മോചനം നൽകണേ അല്ലാ. എല്ലാവർക്കും നീ ക്ഷമ പ്രദാനം ചെയ്യണേ അല്ലാ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലാഹു നമ്മുടെ ദുആയിനെ സ്വീകരിക്കുമാറാവട്ടെ. ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തസ്ബീഹ് നമസ്കാരം. അതെങ്ങനെ ഉസ്താദെ നിസ്കരിക്കേണ്ടത്? അതിൻ്റെ റക്അത്ത് എങ്ങനെ? അതിൽ ഓതേണ്ട സൂറത്ത് എങ്ങനെ? അതേത് തസ്ബീഹ് ഓതണം? എല്ലാ ദിവസത്തിലും നിസ്കരിക്കാം, ആഴ്ചയിൽ നിസ്കരിക്കാം, മാസത്തിൽ ഒന്ന് നിസ്കരിക്കാം, അല്ലെങ്കിൽ വർഷത്തിൽ ഒന്ന്, അല്ലെങ്കിൽ ആയുസ്സിൽ ഒരു പ്രാവശ്യമെങ്കിലും. പ്രത്യേകിച്ച് റമളാനിന്റെ അവസാനത്തെ 10 നമ്മൾ നിസ്കരിക്കുന്ന ഈ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠത എന്താണെന്നറിയണമെങ്കിൽ ഈ കാണുന്ന വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക. ഈ ലിങ്കിലൊന്ന് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. തസ്ബീഹ് നമസ്കാരവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംശയങ്ങൾക്കുള്ള മറുപടി ഇതിലുണ്ട്. അത് കേൾക്കുക, അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.